നിങ്ങളുടെ കോളേജുകളിലോ ഓഫീസുകളിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിൽ പലതരത്തിലുള്ള സ്വഭാവ രീതികളുള്ളവരെ കാണാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. അതിൽ വളരെ കുറച്ചു പേരെങ്കിലും ഒരേ സമയം ഒന്നിലധികം പ്രണയബന്ധങ്ങൾ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിട്ട് ഉണ്ടാകാം. അങ്ങനെയുള്ള വ്യക്തികളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ചില പ്രത്യേക മാറ്റങ്ങൾ എപ്പോഴും പ്രകടമായിരിക്കും. അത്തരം ആളുകളെ അവരുടെ ചില പ്രധാന സ്വഭാവ രീതികളിലൂടെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. ഒന്നാമത്തെ പോയിന്റ്, എപ്പോഴും ഫോണിലുള്ള അമിതമായിട്ടുള്ള ശ്രദ്ധയും ചാറ്റിങ്ങുമാണ്. ഇങ്ങനെയുള്ളവർ എപ്പോഴും ഫോണിൽ വളരെ സജീവമായിരിക്കാനും മറ്റുള്ളവരുമായിട്ട് നിരന്തരം ചാറ്റ് ചെയ്യാനും താല്പര്യം കാണിക്കുന്നു. ആരെങ്കിലും അരികിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഫോൺ ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രീൻ മറച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇവരുടെ ഒരു പ്രധാന രീതിയാണ്. ഫോണിലേക്ക് വരുന്ന മെസ്സേജുകളുടെ നോട്ടിഫിക്കേഷനുകൾ എപ്പോഴും ഒളിപ്പിച്ചു വയ്ക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. മറ്റാരും തൻ്റെ ഫോൺ തൊടുന്നത് പോലും ഇവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കും. എപ്പോഴും ഫോൺ സൈലന്റ് മോഡിലോ അല്ലെങ്കിൽ വൈബ്രേഷൻ മോഡിലോ മാത്രമായിരിക്കും ഇവർ സൂക്ഷിക്കുന്നത്. മറ്റുള്ളവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും ഇവരുടെ ശ്രദ്ധ മുഴുവൻ ഫോണിലെ മെസ്സേജുകളിലായിരിക്കും. സോഷ്യൽ മീഡിയ ആപ്പുകൾക്ക് ഇവർ ഒന്നിലധികം പാസ്വേഡുകളും സെക്യൂരിറ്റി ലോക്കുകളും ഉപയോഗിക്കാറുണ്ട്. രാത്രി വൈകിയും ഫോണിൽ സജീവമായിരിക്കുകയും എന്നാൽ അതിനെക്കുറിച്ച് ചോദിച്ചാൽ വ്യക്തമല്ലാത്ത മറുപടികൾ നൽകുകയും ചെയ്യും. ചുരുക്കത്തിൽ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും രഹസ്യമായതും പ്രിയപ്പെട്ടതുമായ വസ്തുവായി ഈ ഒരു ഫോണ് മാറാറുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, കള്ളങ്ങൾ മാറി മാറി പറയുന്ന സ്വഭാവമാണ്. തൻ്റെ കൂടെയുള്ളവരോടും ഫ്രണ്ട്സിനോടും പലപ്പോഴും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളായിരിക്കും ഇവർ സംസാരിക്കുക. ഒരേ ദിവസം തന്നെ പലരോടും പലതരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ ഒതുക്കി തീർക്കാൻ ഇവർ ശ്രമിക്കുന്നു. താൻ എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ചോ ആരുടെ കൂടെയായിരുന്നു എന്നതിനെക്കുറിച്ചോ ചോദിച്ചാൽ കൃത്യമായ മറുപടി ഇവർക്ക് പറയാൻ ഉണ്ടാകില്ല. ഒരു കള്ളം മറച്ചു വെക്കാൻ വേണ്ടി പിന്നീട് വലിയൊരു കള്ളങ്ങളുടെ നിര തന്നെ ഇവർക്ക് പറയേണ്ടതായി വരാറുണ്ട്. ചില സമയങ്ങളിൽ താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പോലും ഇവർ മറന്നുപോകാൻ സാധ്യതയുണ്ട്. ആരോടാണ് ഏത് കള്ളമാണ് പറഞ്ഞതെന്ന ആശയക്കുഴപ്പം ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ആരെങ്കിലും തങ്ങളുടെ കള്ളം കണ്ടുപിടിച്ചാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ ഇവർ മറ്റു കാരണങ്ങൾ കണ്ടെത്തും. ചോദ്യങ്ങളിൽ നിന്നും വഴുതി മാറാൻ ഇവർ എപ്പോഴും പുതിയ കഥകൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവരുടെ സംസാരത്തിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ അവിശ്വസ്തതയുള്ളതായി കൂടെയുള്ളവർക്ക് എളുപ്പത്തിൽ തോന്നും. വലിയൊരു മാനസിക സമ്മർദ്ദത്തോടെ മാത്രമേ ഇവർക്ക് ഈ കള്ളങ്ങളൊക്കെ കൊണ്ടു നടക്കാൻ സാധിക്കൂ. മൂന്നാമത്തെ പോയിന്റ്, പെട്ടെന്ന് മാറിമറിയുന്ന സ്വഭാവ രീതികളാണ്. ഇങ്ങനെയുള്ള വ്യക്തികളുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഇവർ വളരെ സന്തോഷവതികളായിരിക്കും, എന്നാൽ മറ്റു ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരുമായിരിക്കും. ഒരേ സമയം ഒന്നിലധികം ആളുകളെ മാനേജ് ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദമാണ് ഇതിന് കാരണം. ഒരു കാരണമില്ലാതെ കൂടെയുള്ളവരോട് തട്ടിക്കയറാനും പിണങ്ങാനും ഇവർ മടി കാണിക്കാറില്ല. തൻ്റെ രഹസ്യങ്ങൾ പുറത്താകുമോ എന്ന ഭയം ഇവരെ എപ്പോഴും അസ്വസ്ഥരാക്കിക്കൊണ്ടേയിരിക്കുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായി പ്രതികരിക്കുന്നത് ഇവരുടെ ഒരു പ്രധാന പെരുമാറ്റ രീതിയാണ്. ഒരു വ്യക്തിയോട് കാണിക്കുന്ന സ്നേഹം പെട്ടെന്ന് തന്നെ ഇല്ലാതാകാനും ഇവർക്ക് അധികം സമയമൊന്നും വേണ്ടിവരില്ല. മാനസികമായി എപ്പോഴും ഒരു അസ്ഥിരത ഇവരുടെ പെരുമാറ്റത്തിൽ പ്രകടമായി കാണാൻ കഴിയും. മറ്റുള്ളവർ ഇവരുടെ പെരുമാറ്റത്തിലെ ഈ മാറ്റം കണ്ട് പലപ്പോഴും അത്ഭുതപ്പെടാറുമുണ്ട്. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഇവർ പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ പെട്ടുപോകാറുമുണ്ട്. നാലാമത്തെ പോയിന്റ്,
സമയക്കുറവും എപ്പോഴുമുള്ള തിരക്കുകളുമാണ്. ഇവരുമായി സമയം ചെലവഴിക്കാൻ മറ്റുള്ളവർക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ലഭിക്കുകയുള്ളൂ. തനിക്ക് എപ്പോഴും വലിയ തിരക്കുകളാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരാൾക്ക് നൽകുന്ന സമയം മറ്റൊരാൾക്ക് അറിയാത്ത രീതിയിൽ മാറ്റിവെക്കാൻ ഇവർ വലിയ മിടുക്ക് കാണിക്കാറുണ്ട്. പെട്ടെന്ന് ഒരു സുപ്രധാന കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ഇവർ കൂടെയുള്ളവരിൽ നിന്നും മാറിപ്പോകാൻ ശ്രമിക്കും. ഒഴിവ് സമയങ്ങൾ എങ്ങനെയെങ്കിലും തനിച്ചാകാനും ആ സമയങ്ങളിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെടാനും ഇവർ നോക്കും. ആരെങ്കിലും പുറത്തെവിടെയെങ്കിലും പോകാൻ വിളിച്ചാൽ കൃത്യമായ കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും ഇവർ ഒഴിഞ്ഞു മാറും. ഒരു റിലേഷൻഷിപ്പിൽ കൊടുക്കേണ്ടി വരുന്ന കൃത്യമായ സമയം ഇവർക്കൊരിടത്തും പൂർണ്ണമായി നൽകാൻ കഴിയില്ല. എപ്പോഴും സമയമില്ലായ്മയെക്കുറിച്ച് പരാതി പറയുന്ന ഒരു സ്വഭാവം ഇവരിൽ കാണാൻ സാധിക്കും. വെളിപ്പുറത്തുണ്ടാകേണ്ട സമയങ്ങളിൽ പലപ്പോഴും ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുകയോ പരിധിക്ക് പുറത്താകുകയോ ചെയ്യും. തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ എപ്പോഴും ഒരു പ്രത്യേക സമയം മാറ്റിവെക്കാറുണ്ട്. 5ാമത്തെ പോയിന്റ് അമിതമായ ആഡംബര മോഹങ്ങളും മാറ്റങ്ങളുമാണ്. തങ്ങളുടെ സാധാരണ ജീവിത രീതിയിൽ നിന്നും ഇവർ പെട്ടെന്ന് വലിയ മാറ്റങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങും. ഡ്രസ്സിങ്ങിലും മേക്കപ്പിലും അമിതമായ ശ്രദ്ധയും മാറ്റങ്ങളും വരുത്താൻ ഇവർക്ക് താല്പര്യം കൂടും. വില കൂടിയ സമ്മാനങ്ങളും പുതിയ ഗാഡ്ജറ്റുകളും ഇവരുടെ കൈകളിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങാറുണ്ട്. ഈ സമ്മാനങ്ങൾ ആരാണ് നൽകിയത് എന്ന് ചോദിച്ചാൽ വീട്ടുകാർ വാങ്ങിത്തന്നതാണെന്നോ ഫ്രണ്ട്സ് തന്നതാണെന്നോ ഒക്കെയായിരിക്കും ഇവർ പറയുക. സാമ്പത്തികമായി വലിയ ചിലവുകൾ വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇവർ ഒട്ടും മടി കാണിക്കാറില്ല. തൻ്റെ ലുക്കിലും സ്റ്റൈലിലും എപ്പോഴും ഒരു പുതുമ നിലനിർത്താൻ ഇവർ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ ശ്രദ്ധ എപ്പോഴും തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. ഓരോരുത്തരെയും കാണാൻ പോകുമ്പോൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് മാറാനും ഇവർ ശ്രദ്ധിക്കാറുണ്ട്. ബാഹ്യമായ ഈ മാറ്റങ്ങൾ പലപ്പോഴും ഇവരുടെ ഉള്ളിലെ രഹസ്യങ്ങളെ മറച്ചു വയ്ക്കാനുള്ള ഒരു വഴി കൂടിയാണ്. സ്വന്തം വ്യക്തിത്വത്തെക്കാൾ കൂടുതൽ ഇവർ പ്രാധാന്യം നൽകുന്നത് ഈ ബാഹ്യമായ ആഡംബരങ്ങൾക്കായിരിക്കും. 6ാമത്തെ പോയിന്റ് ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റവും താല്പര്യക്കുറവുമാണ്. ഒരു വ്യക്തിയോടും പൂർണ്ണമായ ആത്മാർത്ഥതയോ സ്നേഹമോ കാണിക്കാൻ ഇങ്ങനെയുള്ളവർക്ക് സാധിക്കാറില്ല. ഫ്രണ്ട്സിനോടോ കൂടെയുള്ളവരോടോ ഉള്ള ബന്ധങ്ങളിൽ എപ്പോഴും ഒരു അകലം ഇവർ സൂക്ഷിക്കും. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവർ എപ്പോഴും അതിൽ നിന്നും വഴുതിമാറും. ആഴത്തിലുള്ള വൈകാരിക ബന്ധങ്ങളെക്കാൾ താൽക്കാലികമായ സന്തോഷങ്ങൾക്കായിരിക്കും ഇവർ പ്രാധാന്യം നൽകുന്നത്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വളരെ എളുപ്പത്തിൽ ഇവർക്ക് മനസ്സ് മാറ്റാൻ സാധിക്കും. പങ്കാളിയുടെ വിഷമങ്ങളോ സന്തോഷങ്ങളിലോ ഒന്നും പങ്കുചേരാൻ ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടാകില്ല. ഏത് നിമിഷവും ഈ ബന്ധം ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായ മട്ടിലായിരിക്കും ഇവരുടെ പെരുമാറ്റം. സ്നേഹപ്രകടനങ്ങൾ എല്ലാം തന്നെ വെറും ആർട്ടിഫിഷ്യലാണ് എന്ന് കൂടെയുള്ളവർക്ക് ചിലപ്പോഴെങ്കിലുമൊക്കെ തോന്നിപ്പോകും. സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്ന ഒരു സ്വാർത്ഥ മനോഭാവം ഇവരിൽ എപ്പോഴും കാണാം. ഒടുവിൽ ആർക്കും പിടികൊടുക്കാതെ സ്വന്തം വഴിക്ക് ജീവിക്കാനാണ് ഇങ്ങനെയുള്ളവർ എപ്പോഴും താല്പര്യപ്പെടുന്നത്. ചുരുക്കത്തിൽ നമ്മൾ ദിവസവും കാണുന്ന കോളേജിലോ ഓഫീസിലോ ഒക്കെ ഉള്ള അന്തരീക്ഷത്തിൽ ഇത്തരം ആളുകളെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല എങ്കിലും അവരുടെ പെരുമാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകും. ബന്ധങ്ങളിൽ പരസ്പര വിശ്വാസവും ആത്മാർത്ഥതയും ഇല്ലാതെ വരുമ്പോഴാണ് ഇത്തരം സ്വഭാവങ്ങൾ പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്വഭാവ രീതികളുള്ളവരിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നമ്മുടെ സമാധാനത്തിന് എപ്പോഴും നല്ലത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും പിന്നെ ഇതൊന്നും അറിയില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് എങ്കിൽ അവർക്കൂടി ഇതായിട്ട് വീഡിയോ അയച്ചു കൊടുക്കാനും ആരും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക്